സ്വതന്ത്രമായിട്ട് നിർഭയം ചർച്ച ചെയ്യുകയും പ്രൊഫഷണലായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു സമിതിയാണ്. അതല്ലേ കാണിക്കുന്നു. ഉദ്യോഗസ്ഥർ പോലും വ്യത്യസ്ത അഭിപ്രായം പറയുന്നു. അതാണെന്ന്. അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷണലായിട്ടുള്ള തീരുമാനം എടുക്കും. അതുകൊണ്ട് അതെന്തോ വലിയ അപരാധം അവിടെ നടന്നിരിക്കുന്നു. ആരോ രണ്ട് ഉദ്യോഗസ്ഥരെ എതിർത്തു. അതെ, അഭിപ്രായം അവരുടെ ഉണ്ട്. അവരുടെ അഭിപ്രായമില്ലല്ലോ ബാക്കിയുള്ള അംഗങ്ങൾക്ക്. അവരെല്ലാം ഉയർന്ന ബാങ്കിങ് മേധാവികളും ധനകാര്യ വിദഗ്ധരുമാണ്. അവർ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ. അത് ഞാനും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇതൊരു അധിക വിഞ്ഞ പലിശയല്ല. ഇത് സർക്കാർ വായ്പ എടുക്കുന്ന പലിശയായിട്ട് കണക്കാക്കാൻ പാടില്ല. SLR ബോണ്ടിന് 7%, 8% കിട്ടും. ഇന്ത്യ ഗവൺമെൻറ് സെക്യൂരിറ്റി കഴിഞ്ഞാൽ ഏറ്റവും ഉറപ്പുള്ള ഇത് SLR ബോണ്ടാണ്. അത് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന 7-8%. എന്നാൽ കിഫ്ബി കൂടുതൽ വായ്പ എടുക്കാൻ വേണ്ടി കൊട്ടേഷൻ വിളിച്ചു. 10.15 കിട്ടിയത്. അതിനേക്കാൾ താഴെ മസാല ബോണ്ട്. അമരാവതി ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അവർ ടെൻഡർ വിളിച്ചു. അതിന് കൊടുക്കേണ്ടി വന്നത് 10.23. അതിനേക്കാൾ എത്ര ഇതാണ് കിഫ്ബി എടുത്തിട്ടുള്ളത്. അപ്പോൾ പലിശ കുറവാ, പലിശ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളവിടെ പരിശോധിച്ചൊരു കാര്യം, ഡോളർ റേറ്റ്, ഡോളറിൽ വായ്പ എടുക്കുന്നത് രൂപയിലാണ്. രൂപയെ തിരിച്ചു കൊടുത്താൽ മതി. ഡോളറിൽ വായ്പ എടുക്കുമ്പോൾ എത്ര പലിശ കൊടുക്കേണ്ടി വരും? അത് ഹെഡ്ജ് ചെയ്യാം. വിനിമയ നിരക്ക് കുറയുമ്പോൾ ഹെഡ്ജ് ചെയ്യണം. ഹെഡ്ജിങ് റേറ്റും കൂടി കൂട്ടുമ്പോൾ കിഫ്ബിയുടെ വായ്പ പലിശയേക്കാൾ ഉയർന്നതാണ്. ഒരു കമ്പനിയല്ല, 1 ഡസൻ കമ്പനിയുടെ കണക്ക് അവിടെ പരിശോധിച്ചിട്ട് എൻ്റെ ഓർമ്മ. എല്ലാത്തിലുപരിയേ കിഫ്ബി 2000 കോടി വായ്പ എടുക്കുന്ന സ്ഥാപനമല്ല, ഒരു 80,000 കോടി രൂപയുടെ പ്രൊജക്റ്റിൽ ഏറ്റെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നൊക്കെ എടുക്കേണ്ടി വരും വായ്പ. അതിന് സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി ആശ്രയിച്ചിരിക്കും, ആൾക്കാർ തരുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അതിന് ക്രെഡിബിലിറ്റി എങ്ങനെയാണ്? ഏറ്റവും സങ്കീർണവും ഏറ്റവും പ്രയാസം വായ്പ എടുക്കുന്നതിനുള്ള ഒരു ബോണ്ടാണ് ഇന്ത്യൻ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്സ്. അത് വിജയകരമായി എടുത്തു എന്ന് മാത്രമല്ല, ആ വർഷത്തെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഏറ്റവും നല്ല ഇഷ്യൂ ആയിട്ട് അവർ അവാർഡും തന്നു. അത് ഈ കിഫ്ബിക്ക് നൽകിയിട്ടുള്ള ക്രെഡിബിലിറ്റി ചെറുതല്ല. ഇന്നിപ്പോൾ മസാല ബോണ്ട് ഇറക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അനുവാദം കിട്ടത്തില്ല സ്റ്റേറ്റ് ഗവൺമെൻറ് ബോഡി കോർപ്പറേറ്റിന്. അതുകൊണ്ട് അന്ന് അവിടെ തീരുമാനിച്ചത് ഇപ്പോൾ ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അങ്ങനെ പ്രൊഫഷണലായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ്, അല്ലാതെ പലിശ കണക്കപ്പിള്ളയായിട്ടിരുന്ന് നോക്കി ചെയ്യണതല്ലത്. അതുകൊണ്ട് കാര്യം പറ, എന്ത് നിയമലംഘനമാണ് നിങ്ങളൊരു വർഷം അന്വേഷിച്ചിട്ട് കണ്ടെത്തിയത്? ആ നിയമലംഘനം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അന്വേഷണം നടത്തണം, അവരോട് സഹകരിക്കാം. അല്ലാതുള്ള റോവിങ് എൻക്വയറിയും ഭയപ്പെടുത്താനുള്ള പരിപാടിയും അതൊന്നും ഇവിടെ വില പോവില്ല. യെസ്, കോടതി പോകും. അല്ലെങ്കിൽ തെറ്റ് പറയണമെന്ന്, നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിയമലംഘനം കിഫ്ബി നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, അത് വിശദീകരിക്കാം. ഒരു വിശദീകരണം അല്ലാതെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കൊരു അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ട് വന്ന് അന്വേഷിക്കുന്നത് ശരിയല്ല എന്നാണ് കോടതി പറഞ്ഞു. അതുകൊണ്ട് കോടതിയുടെ അന്തസ്സത്തക്ക് എതിരാണ്. ഇപ്പം കിഫ്ബി അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അത് വിചാരണയ്ക്ക് വരാൻ പോയി. പിന്നെ ഞാനും പോണി പോവാം, കുഴപ്പമില്ല. ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ യോഗത്തിൽ പല സുപ്രധാന തീരുമാനങ്ങളും മന്ത്രി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണല്ലോ ED പുറത്തുവിട്ടുള്ള മിനിറ്റ്സ്. ED എന്ന മിനിറ്റ്സ് നോക്ക്, മന്ത്രിയല്ലല്ലോ പറയണേ, ബാക്കിയുള്ള അംഗങ്ങളല്ലേ പറയണേ, അവസാനമല്ലേ മന്ത്രി പറയുന്നത്. യെസ്, ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഭൂരിപക്ഷം അംഗങ്ങൾ ഇതാ പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം
പലിശയുടെ തർക്കം മാത്രമല്ല, ഇത് ഒരു സ്ഥാപനത്തിന് ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഇത്ര സങ്കീർണമായ അന്തർദേശീയ മാർക്കറ്റിൽ ഇറങ്ങി അതിൻ്റെ മികവ് തെളിയിക്കാനായിട്ട്. അങ്ങനെ മികവ് തെളിയിക്കുന്നത് നമ്മുടെ ക്രെഡിബിലിറ്റി കൂട്ടും, ഭാവി വായ്പ എടുക്കാനായിട്ട് സഹായിക്കും. ഈ പങ്കുണ്ടെന്ന് അഭിപ്രായം പറയുന്നു. അതാണ് ഇവരെ ഇടിക്ക് മനസ്സിലാത്ത ഏറാമൂളികൾ മാത്രം വെച്ചിട്ടുള്ള ഏർപ്പാട് ശീലിച്ച് ഒരു ഒരു ബോർഡ് യോഗത്തിൽ അഭിപ്രായ വ്യത്യാസം വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാൽ എന്തോ വലിയ കുഴപ്പമാണെന്നുള്ള മട്ടില്ല കൊടുക്കുന്നത്.